നടന്മാരായ സുകുമാരൻ, ജയൻ, സോമൻ എന്നിങ്ങനെ മലയാള സിനിമയ്ക്ക് നഷ്ടമായത് ഒട്ടനവധി അതുല്യ പ്രതിഭകളെയാണ്. കഥാപാത്രങ്ങളിലൂടെ ഇന്നും താരങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം ജയനെക്കുറിച്ച് നടി മല്ലിക സുകുമാരൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് ഇപ്പോൾ. മല്ലികയുടെ ഭർത്താവും അന്തരിച്ച നടനുമായ സുകുമാരനൊപ്പം ജയൻ നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു. വ്യക്തി ജീവിതത്തിലും ഇരുവരും തമ്മിൽ നല്ല അടുപ്പവുമുണ്ടായിരുന്നു. മരിക്കുന്നതിന് തൊട്ട് മുൻപ് ജയൻ വിവാഹം കഴിക്കാനുള്ള മുന്നൊരുക്കത്തിലാണെന്ന് തന്നോട് പറഞ്ഞിരുന്നതായിട്ടാണ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ നടി പറയുന്നത്. നടൻ ജയനും സുകുവേട്ടനും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. അവർ എപ്പോഴും സംസാരിക്കുമായിരുന്നു. മരിക്കുന്നതിന് 3 ദിവസം മുൻപാണ് അവസാനമായി ഞാൻ ജയനെ കാണുന്നത്. കോളിളക്കത്തിൻ്റെ ക്ലൈമാക്സിൽ ഇവർ രണ്ടുപേരും വേണം. ജയൻ സുകുവേട്ടനെ വിളിച്ചിട്ട് ഒരേ ട്രെയിനിൽ പോകാമെന്നും 2 ദിവസത്തെ ഷൂട്ടിങ്ങേ ഉണ്ടാവൂ, എന്നിട്ട് തിരികെ പോരാമെന്നും പറഞ്ഞു. ഇടിമുഴക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് സുകുവേട്ടനൊപ്പം ഞാനും പോയിരുന്നു. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ജയനും താമസം. മല്ലികയൊക്കെ വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞതോടെ ജയൻ ഞങ്ങളെ കാണാൻ വന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ജയൻ വന്നത് സഫാരി സ്യൂട്ടൊക്കെ ധരിച്ചായിരുന്നു. വന്ന ഉടനെ അന്ന് കുഞ്ഞായിരുന്ന ഇന്ദ്രജിത്തിനെ ജയൻ എടുത്തു. പെട്ടെന്ന് തന്നെ അവൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മൂത്രമൊഴിച്ചു. നീ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിട്ട് വന്നിട്ട് കുഞ്ഞിന് പോലും ഇഷ്ടപ്പെട്ടില്ല, അതാണ് അവൻ മൂത്രമൊഴിച്ചതെന്ന് പറഞ്ഞ് സുകുവേട്ടൻ കളിയാക്കുകയും ചെയ്തു. ഇതിനുശേഷം എനിക്കൊരു വിശേഷം പറയാനുണ്ട്. ജനുവരിയിൽ മിക്കവാറും എൻ്റെ വിവാഹമാണ്. 3 ദിവസം മുൻപേ അങ്ങോട്ട് വരണമെന്നും പറഞ്ഞിരുന്നു. ഇങ്ങനെ മസിൽ കാണിച്ച് നടന്നിട്ട് കാര്യമില്ല, ഇനിയൊരു വിവാഹമൊക്കെ കഴിക്കണമെന്ന് പുള്ളി പറഞ്ഞപ്പോൾ ഞങ്ങളും അത് ശരിയാണ്, കല്യാണം കഴിക്കാൻ പറഞ്ഞു. അന്ന് ജയൻ കെട്ടാനെന്ന കുട്ടിയുടെ പേര് പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. സുകുവേട്ടൻ മരിക്കുന്നത് വരെ ഞങ്ങൾ അതിനെപ്പറ്റി പറയുമായിരുന്നു. അങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോയതിൻ്റെ പിറ്റേന്ന് കേൾക്കുന്നത് ജയൻ്റെ വിയോഗ വാർത്തയാണ്. അന്ന് അപകടം നടക്കുന്നതിൻ്റെ മുൻപ് ബൈക്കിൽ ഇരുവരും ഒന്നിച്ചുള്ള സീനുണ്ട്. ഹെലികോപ്റ്ററിൽ പിടുത്തം കിട്ടിയാൽ അതൊരു വശത്തേക്ക് ചെരിയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിന്റെ തലയിൽ ഇടിക്കും. അതുകൊണ്ട് ഞാൻ പിടിച്ച ഉടനെ നീ മുന്നോട്ട് പോകണമെന്ന് സുകുമാരനോട് ജയൻ പറഞ്ഞിരുന്നു. അങ്ങനെ സുകുവേട്ടൻ ഒരു 100 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ തന്നെ വലിയൊരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ എന്തൊക്കെയോ കത്തുന്നുണ്ട്. ജയൻ്റെ ജീവിത രീതിയും ആരോഗ്യമൊക്കെ കൊണ്ടാവാം പൈപ്പ് പൊട്ടിയതുപോലെ തലയിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടെങ്കിലും അപകടമുണ്ടായ ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. പക്ഷേ മുഖത്തിൻ്റെ നിറമൊക്കെ മാറി വരാൻ തുടങ്ങി. അങ്ങനെ വേഗം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനകം അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു എന്നാണ് മല്ലിക പറയുന്നത്.